വനിതാ ദിനത്തിൽ അരങ്ങേറ്റത്തിനൊരുങ്ങി കേരളത്തിലെ ആദ്യത്തെ വനിതാ പഞ്ചവാദ്യ സംഘം. അരങ്ങേറ്റത്തിനുള്ള കഠിന പരിശീലനത്തിലാണ് 75 പേരടങ്ങുന്ന സംഘം. എടപ്പാൾ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശീലനത്തിനൊടുവിലാണ് 75 സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘം അരങ്ങിലെത്തുന്നത്. ചങ്ങരംകുളം, എടപ്പാൾ, പൊന്നാനി, കുറ്റിപ്പുറം തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെ സ്ത്രീകളെ ഉൾപ്പെടുത്തിയാണ് സംഘം രൂപീകരിച്ചത്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഡോക്ടർമാർ, വീട്ടമ്മമാർ, സർക്കാർ ജീവനക്കാർ തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് സംഘത്തിൽ പ്രവർത്തിക്കുന്നത്. 6 മാസത്തിലധികമായി സംഘം കഠിന പരിശീലനത്തിലായിരുന്നു. സന്തോഷ് ആലങ്കോടാണ് പരിശീലനം നൽകിയത്. 8 വയസ്സുള്ള ശിവന്യ മുതൽ 74 വയസ്സുള്ള ലക്ഷ്മിക്കുട്ടി വരെ പഞ്ചവാദ്യത്തിൽ അരങ്ങേറ്റം നടത്തുന്നതിന്റെ ആവേശത്തിലാണ്. എല്ലാവരും കൊട്ടുന്നുണ്ട്, അപ്പം നമുക്കൊന്ന് പഠിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെയാണ് അന്വേഷിച്ച്. അങ്ങനെ സോപാന സംഗീതമാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിലാണ് ഞങ്ങളെല്ലാവരും അങ്ങനെ മൂക്കുതല കേന്ദ്രീകരിച്ചിട്ട് 10-12 പേരുണ്ടായിരുന്നു. അങ്ങനെ പഠിത്തം തുടങ്ങി. പിന്നീട് ഇങ്ങോട്ട് കണ്ടനകത്തേക്ക് വരലും അങ്ങനെയാണ് പഞ്ചവാദ്യം എന്നുള്ള അത് ആശാനും കൂടെ പറഞ്ഞപ്പം എന്നൊന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്തതാണ്. ഞായറാഴ്ച ഇവർ വേദിയിലെത്തി 1 മണിക്കൂർ ദൈർഘ്യമുള്ള വാദ്യവിസ്മയം തീർക്കും. അരങ്ങേറ്റത്തിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സ് അന്വേഷി പ്രസിഡന്റ് കെ അജിത ഉദ്ഘാടനം ചെയ്യും. മേളകുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അധ്യക്ഷത വഹിക്കും. TCV ന്യൂസ്, കുന്നംകുളം.